നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു X1 ആണ്. 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വന്നിരിക്കുന്ന കലക്കം വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വാഹനം ഫുള്ള് കണ്ടുവരാം. ഇന്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് പരിചയപ്പെടുക. X1 ഒരു കൂട്ടം ആൾക്കാരുടെ മെയിൻ ഫേവറേറ്റ് വാഹനമാണ്. അപ്പോൾ ഇത് കാര്യമായിട്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ വണ്ടിയാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ കണ്ടു മനസ്സിലാക്കാം. അപ്പോൾ നേരെ വണ്ടിയിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു X1 ആണ്. അപ്പോൾ X1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെയധികം ഒട്ടുമിക്ക ആൾക്കാരും നമുക്കിപ്പോൾ ഒരു 20 lakhs അല്ലെങ്കിൽ അതിന് താഴെയുള്ള റേഞ്ചൊക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു X1 സീരീസാണ് മെയിനായിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യാറ്. അതിന് കാരണം വേറെ ഉണ്ട്. ആ ഒരു ബഡ്ജറ്റിനകത്ത് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആ ഒരു ഇൻറ്റീരിയർ ഫീച്ചേഴ്സും അതേപോലെ തന്നെ BM എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങും ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ മെയിനായിട്ട് ആൾക്കാർ പ്രിഫർ ചെയ്യണം X1 സീരീസ്. ഇത് എക്സ്പെഡീഷൻ എഡിഷനാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ വണ്ടി ബ്ലാക്ക് കളറിലാണ് വന്നേക്കണം. അതിൻ്റെ ഭംഗി വേറെ തന്നെയാണ്. അല്ല, എക്സ്പെഡീഷൻ എഡിഷൻ്റെ ആ എസ് ഡ്രൈവ് സംഭവം കൊണ്ട് ബാഡ്ജും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു വാഹനം ഫുള്ള് കണ്ടേക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം എല്ലാം ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂവിലേക്ക് ഒന്ന് പോയേക്കാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാം. നമുക്കിവിടെ വീലാർച്ചും എയർ കണ്ടീഷനിലേക്കും പോകാം. വീലാർച്ച് നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ ഉണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെയിരിക്കുന്ന അലോയ്സും നമുക്കിവിടെ കാണാം. നമുക്കിവിടെ ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഗ്ലാസ് നോക്കാം. ഗ്ലാസ് നല്ല വൃത്തി തന്നെയിരിക്കുന്ന ഗ്ലാസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ലാമ്പിലേക്ക് വരാം. ലാമ്പും നല്ല ക്വാളിറ്റി ഇരിക്കുന്ന ലാമ്പ്, ഫോഗ് ലാമ്പ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ താഴേക്ക് നമുക്കിവിടെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെയിരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ വീലാർച്ചിലേക്ക് വരാം. ഈ വീലാർച്ചായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ 2 ഡോറിലേക്കും വരാം. 2 ഡോറും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. റൂഫും റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. സൈഡ് പോർഷനൊക്കെ നോക്കാം. അതേപോലെ തന്നെ ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ചും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. വേണ്ട, സൈഡ് പോർഷനൊക്കെ നോക്കാം. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഈ ഫോഗേഴ്സ് നോക്കാം. അതേപോലെ തന്നെ റിയർ വൈപ്പർ വരുന്നുണ്ട്. BMൻ്റെ ബാഡ്ജിങ്, പിന്നെ X1ൻ്റെ ആ ഒരു ബാഡ്ജിങ്ങും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ബമ്പേഴ്സ് വരാം. ബമ്പേഴ്സ് ആയാലും പിന്നെ വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ചും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. 2 ഡോറിലേക്കും വരാം. 2 ഡോർ ഇവിടെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റായിട്ട് ഇരിക്കുന്നു. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് വെച്ചപ്പെടാം. ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സ് ആയാലും ആ ഒരു ക്വാളിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റ് മെമ്മറിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ സീറ്റ്സിൻ്റെ ക്വാളിറ്റി നോക്കാം. പക്ക ലെതർ സീറ്റ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ കയറി ഇരിക്കുമ്പോൾ തന്നെ വണ്ടിയുടെ ആ ഒരു ലക്ഷറി ഫീൽ നമുക്കിവിടെ കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളും കാണാം. ഓട്ടോമാറ്റിക്കിൻ്റെ നോബ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള കൺട്രോൾസും നോബും കാര്യങ്ങളൊക്കെ കാണാം. പാർക്ക് അസിസ്റ്റ്, പിന്നെ ഇവിടെ നമുക്ക് സ്റ്റിയറിങ്ങിലുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ കിലോമീറ്റർ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. സൺറൂഫും കാര്യങ്ങളും വരുന്നില്ല. റിയറിലെ സീറ്റ്സ് നോക്കാം. എയർ ബാഗ് സപ്പോർട്ട് നമുക്ക് 2 പില്ലേഴ്സിലും കിട്ടുന്നുണ്ട്. ഇവിടെ ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ആ ഒരു ഇൻറ്റീരിയേഴ്സ് വന്നേക്കണം ഒരു വ്യത്യാസങ്ങൾ. ഇനി നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഡോർ പാഡ് നമുക്കിവിടെ കാണാം. അതേപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. വീട്ടിൽ നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ലെഗറും കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ നോക്കാം. ഒരു ലക്ഷറി ഫീലാണ് വണ്ടി നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗവും ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയേക്കാം. ഞാൻ ലിഡൊന്ന് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമെന്ന് പറയാം. വളരെ നീറ്റായിട്ടിരിക്കുന്ന എഞ്ചിൻ നമുക്കിവിടെ കാണാൻ പറ്റും. എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാം. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എഡ്ജസൊക്കെ നോക്കാം. പേസ്റ്റിങ് കാര്യങ്ങൾ നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്പോട്ട് ചെയ്യാം കേട്ടോ. നീറ്റായിട്ടിരിക്കുന്ന ഒരു എൻജിൻ റൂമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇനി ഇതിൻ്റെ ലിഡിലേക്ക് നോക്കാം. ലിഡായാലും
നല്ല നീറ്റായിട്ട് ഇങ്ങനെ ലിഡ് നമുക്കിവിടെ കാണാം. ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ലിഡിലും ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഇതിലൊക്കെയാണ് വാഹനത്തിന് എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. നമുക്ക് മുമ്പേ കീ ഒന്ന് ഇട്ടേക്കാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് X1 ആ ഒരു ബൂട്ട് സ്പേസ്. എടാ നല്ല ന്യായമായിട്ടുള്ള ബൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതേപോലെ തന്നെ നമുക്കിൻ്റെ എഡ്ജസിലേക്ക് നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ടയേഴ്സ് സ്പെയർ വീലും നോക്കാം. സ്പെയർ വീലും നല്ല ഗ്രിപ്പൊക്കെയാണ് സ്പെയർ വീൽ കിട്ടുന്നുണ്ട്. സ്പെയർ വീൽ റൂമായാലും വിത്ത് ടൂൾസും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്കിതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ X1 സീരീസാണ്. X1 സീരീസ് നിങ്ങൾക്കറിയാം, എന്നും ഒരു പ്രീമിയം ബ്രാൻഡിലേക്ക് പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ X സീരീസൊക്കെ X1 ആയാലും X5 ആയാലും എല്ലാവർക്കും മെയിനായിട്ട് നമ്മൾ ഒരു പ്രിഫറൻസ് കിട്ടുന്ന ഒരു സീരീസും കൂടിയാണ് X സീരീസ്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 2016 ഇതിൻ്റെ മോഡൽ വന്നിരിക്കണം. 16 മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന ഈ ഒരു വണ്ടിയുടെ ആസ്കിങ് പ്രൈസിലേക്ക് പോകാം. ഈ വണ്ടിയുടെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 22,50,000 രൂപയാണ്. 22.50 lakhs. ഒറിജിനൽ കേരള രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഇത് വാഹനം കിടക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാൻ മെസ്സേജ് അയച്ചേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.